പോലീസ് സ്റ്റേഷനിൽ നിന്നും സേതുലക്ഷ്മി കോവിലകത്തെത്തുന്നു. കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത വിവരം SI സേതുലക്ഷ്മിയെ അറിയിക്കുന്നു. സേതുലക്ഷ്മി പ്രതിയെ പിടിച്ച കാര്യം നന്ദനയോട് പറയുന്നു. പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന SIയും പോലീസുകാരും. പ്രതി കുറ്റസമ്മതം നടത്തിയ കാര്യം മഹേഷ് സേതുലക്ഷ്മിയെ അറിയിക്കുന്നു. പ്രതാപവർമ്മയുടെ നിർദ്ദേശപ്രകാരം കേസ് അട്ടിമറിക്കാൻ രാഷ്ട്രീയ നേതാവ് SIയുമായി സംസാരിക്കുന്നു. കേസിന്റെ പുരോഗതിയെക്കുറിച്ച് SIയുമായി സംസാരിക്കുന്ന സേതുലക്ഷ്മി. ഇനി തുടർന്ന് കാണുക. അയ്യോ, അമ്മേ 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 സേതു, അമ്മ ഇവിടെ വന്നേ. എന്താ സേതു കൂടി വാ. ഇത് കാര്യം എന്താന്ന് വെച്ചാ പറ. പത്രത്തിലെ വാർത്ത കണ്ടോ? പ്രതി റിമാൻഡിൽ. നന്ദനെ കുത്തിയവനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചാ. അതിന് തന്നെ ഒന്ന് വായിച്ചേ. ഞാൻ വായിക്കാം, ഇത് പിടിച്ചോ. പ്രതി റിമാൻഡിൽ. ഉദിയന്നൂർ കോവിലകത്ത് പട്ടാപ്പകൽ ആക്രമണം നടത്തിയ ശവക്കോട്ട് ഷാജി എന്ന് വിളിക്കുന്ന ഷാജി 34 വയസ്സ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇന്നലെയാണ് പ്രതിയെ SI ജോസ് കുരുവിളയും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ബുധനാഴ്ച പകൽ സമയത്തായിരുന്നു സംഭവം. ദേ നന്ദനയുടെ പേരുണ്ട്. കവർച്ചാശ്രമവുമായി കോവിലകത്ത് കടന്നുകൂടിയ ഷാജിയെ തടയാൻ ശ്രമിച്ച നന്ദന 21 വയസ്സ്. വയസ്സ് കുറച്ചാണല്ലോ എഴുതിയിരിക്കുന്നത്. നീ ഒന്ന് വായിച്ചേ. നന്ദന എന്ന യുവതിക്ക് പരിക്കേറ്റിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ കത്തിയെടുത്ത് വീശിയപ്പോഴാണ് നന്ദനയ്ക്ക് മുറിവേറ്റതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ യുവതി ഇതിനോടകം സുഖം പ്രാപിച്ചതായി SI ജോസ് കുരുവിള അറിയിച്ചു. എന്നാലും പത്രത്തിലാരും കൊടുത്തു? SI തന്നെ എന്തോ വലിയ സാഹസം ചെയ്തിരിക്കുന്ന പോലെയല്ലേ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. പത്രത്തിൽ വന്നതുകൊണ്ട് കേസ് ശക്തിപ്പെടുവായിരിക്കും അല്ലേ സേതു? ഇത് ലൈൻ വേറെ. ബോധപൂർവ്വം സംഭവത്തിന്റെ ഗതി തിരിച്ചുവിടാനുള്ള പരിപാടിയെ. സേതു എന്താ ഈ പറയുന്നേ? ഇവിടെ നടന്നത് കൊലപാതക ശ്രമം. ഈ വാർത്തയിൽ അത് കവർച്ചാ ശ്രമമായി മാറിയിരിക്കുന്നു. ശരിയാണല്ലോ. പ്രതിയെ അല്ലെങ്കിൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുക. ആരായിരിക്കും സേതു എന്നെ ശ്രമിക്കുന്നത്? ഈ സംഭവത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ ആരാണോ അവര് തന്നെ. ആണോ നന്ദനെ? എനിക്കെങ്ങനെ അറിയാം അമ്മായി? അതെ, കൊല്ലാൻ വരുന്നതും മോഷ്ടിക്കാൻ വരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കേസിന്റെ സ്വഭാവമേ മാറും. സ്വയരക്ഷയ്ക്കായി പ്രതി കത്തിവീശിയെന്നല്ലേ വാർത്ത. അവനെ സഹായിക്കാൻ ശരിക്കും ചരടുവലി നടക്കുന്നുണ്ട്. എന്നാലും അത് ആരായിരിക്കും? ആരായാലും അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സേതു? എനിക്ക് ചെയ്യാൻ പറ്റും. വളരെ കരുതലോടെ അവര് വീശിയ ഈ വലയുടെ കണ്ണികൾ ഞാൻ മുറിക്കും. അകത്താകേണ്ടവൻ അകത്താവുക തന്നെ ചെയ്യും. ഹലോ, പ്രതാപേട്ടനല്ലേ? അതെ, ഞാൻ പ്രതിഭയാ. പ്രതിഭ, പറ കാര്യങ്ങൾ പറ. ഇന്നത്തെ പത്രം കണ്ടോ?
നന്ദനെ കുത്തിയവനെ പോലീസ് പിടികൂടിയ വാർത്തയുണ്ട്. തൃശ്ശൂർത്തെ പത്രത്തിലൊന്നുമില്ലല്ലോ. ഇവിടുത്തെ എഡിഷനിലുണ്ട്. വലിയ പ്രാധാന്യത്തിലാ വാർത്ത കൊടുത്തിരിക്കുന്നത്. അത് ശരി. കോടതി അവനെ റിമാൻഡ് ചെയ്തിരിക്കുക. ഞാനാ ആ ന്യൂസ് എല്ലാവരെയും കാണിച്ചു കൊടുത്തത്. ഇവിടെ അതേപറ്റി ഒരു ചർച്ച കഴിഞ്ഞു. സേതുലക്ഷ്മി ഉണ്ടായിരുന്നേ. എന്തപ്പാ സേതുലക്ഷ്മി പറയണത്? മനഃപൂർവ്വം വളച്ചൊടിച്ചാണ് വാർത്ത കൊടുത്തിരിക്കുന്നതെന്ന്. മോഷണ ശ്രമത്തിനിടെ നന്ദനിക്ക് മുറിവ് പറ്റിയെന്ന പത്രത്തില്. പ്രതിയെ രക്ഷപ്പെടുത്താൻ ആരോ ബോധപൂർവം ചെയ്യുന്നതെന്നാ സേതുവിന്റെ കണ്ടുപിടുത്തം. അപ്പൊ ശവക്കോട്ട ഷാജി രക്ഷപ്പെട്ടു എന്ന് സേതുലക്ഷ്മിക്ക് അറിയാം. ശവക്കോട്ട ഷാജിയോ? ആ പേരെങ്ങനെ പ്രതാപേട്ടന് അറിയാം? അത് പിന്നെ പ്രതിഭ പറഞ്ഞില്ലേ? ഞാൻ അവന്റെ പേര് ഇപ്പൊ പറഞ്ഞില്ലല്ലോ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. എന്താ നിനക്ക് തമറവി? നീ പറഞ്ഞതാ ആണോ? ബാക്കി പറയ്. സംഭവത്തിന്റെ പിന്നിൽ ആരാണെങ്കിലും വെറുതെ വിടില്ലെന്ന വാശിയിലാ സേതു. വാശി നല്ലതാ. പ്രതിയെ അറസ്റ്റ് ചെയ്തതിലുള്ള സന്തോഷത്തിലാ അമ്മയും നന്ദനെ. ഇതൊന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. വേറെ വിശേഷമൊന്നുമില്ല. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പ്രതിഭ വിളിക്കണം. വിളിക്കാം പ്രതാപേട്ടാ. ഇനി പദവ വിശേഷമൊന്നും ഇല്ലെങ്കിലും പ്രതിഭയ്ക്ക് വിളിക്കാം. ഒരു മിസ് കോൾ അടിച്ചാ മതി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. വെറുതെ നീ എന്തിനാ പൈസ കളയണത്? മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാ ശരി. പിന്നെ പ്രതിഭേ, ഹലോ. സ്ഥിരം വാങ്ങിക്കുന്ന ഹോട്ടലിൽ നല്ലായിരുന്നോടൂ? അതെ സാറേ. ഒരു ടേസ്റ്റ് ഇല്ല. ആരാ വന്നേക്കുന്നു നോക്കി. ആ സേതുലക്ഷ്മി പറയാണ് സാർ, പാർട്ടിക്കാരി. ഇരിക്കാൻ പറ. സാർ ആഹാരം കഴിക്കാൻ ഇരിക്കാൻ പറഞ്ഞു. ശരി. അവർ തനിച്ചേ ഉള്ളോ? അതെ സാറേ. താൻ പോയി ജീപ്പിന്റെ അടുത്തേക്ക്. അല്ലെ കടിച്ചു. ശരി സാർ. സാർ ഇപ്പോ വരും. ഗുഡ് ആഫ്റ്റർനൂൺ. മേഡം എന്താ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്ക് ഒന്നും വിളിച്ചതുമില്ല? ഇരിക്കൂ. സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോ ഇങ്ങോട്ട് പോന്നെന്ന് പറഞ്ഞു. എങ്കിൽ ഇതിരെ വരാന്ന് വിചാരിച്ചു. പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. പത്രത്തിലുണ്ടായിരുന്നു. ഞാൻ കണ്ടു. നല്ല ന്യൂസ് ആയിരുന്നു. താങ്ക് യു. നിങ്ങൾക്കത് നല്ല ന്യൂസ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല വാർത്തയല്ലായിരുന്നു. ഷാജിയെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. എന്നിട്ട് മൊഴിയെന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തത് സത്യത്തിൽ നിരക്കാത്ത കാര്യങ്ങളാണല്ലോ. അവൻ പറഞ്ഞ കാര്യങ്ങളാണത്. അതിൽ നിങ്ങൾ മായം ചേർത്തു. കൊലപാതകം ലക്ഷ്യമിട്ട് വന്നവൻ വെറും മോഷ്ടാവായി മാറി. കാശിക്ക് പോകാൻ വഴി ചോദിക്കാൻ വന്നവനാണെന്ന് പറയാതിരുന്നത് തന്നെ ഭാഗ്യം. മേഡം എന്താ ഈ പറയുന്നേ? കൊലപാതക ശ്രമം ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ശരിക്കും അവൻ മോഷണത്തിനിറങ്ങിയതാ. മൽപ്പിടുത്തത്തിനിടയിൽ അബദ്ധത്തിൽ നന്ദനയ്ക്ക് കുത്തേറ്റു. മറ്റൊരു സാധ്യതയുണ്ട്. നന്ദന് സ്വയം കുത്തിയിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചതായിക്കൂടെ? ആ വഴിക്ക് സാർ ആലോചിച്ചില്ലേ? ഓപ്പണായി ഞാൻ ചോദിക്കാം. പ്രതാപവർമ്മയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ നിങ്ങൾ വാങ്ങി? പ്രതാപവർമ്മയോ? അങ്ങനെ ഒരാളെ അറിയില്ലെന്ന് പറയാൻ പോവാണോ? ആ മനുഷ്യന്റെ വാടക കൊലയാളിയായിരുന്നു ഈ ശവക്കോട്ട ഷാജി. ഞാൻ നിങ്ങൾക്ക് സൂചന എന്നതല്ലേ?
മാഡം വെറുതെ ഓരോന്ന് ഊഹിച്ചു പറയാ. ഷാജിയെ ഞാൻ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തു. ശരിക്കും 3-ാം മുറ വരെ പ്രയോഗിച്ചു. ഒരാളുടെയും പ്രേരണയില്ലെന്ന് അവൻ ആണയിട്ട് പറഞ്ഞു. അതിന് കവർച്ചയ്ക്ക് പോകുന്നതിന് എന്തിനാ പ്രേരണ? നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കും എന്ന് കരുതി പ്രതാപവർമ്മയെ പ്രതിയാക്കി എനിക്ക് കേസെടുക്കാൻ പറ്റുമോ? തെളിവ് വേണ്ടേ? അല്ലെങ്കിൽ ഒടുവിൽ കുടുങ്ങുന്നത് ഞാനായിരിക്കും. നിങ്ങൾ കുടുങ്ങുമെന്നുള്ളത് ഉറപ്പാ. രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ എന്നെ അങ്ങ് ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. പിടിക്കപ്പെടുന്നത് വരെ എല്ലാ കള്ളന്മാരും സത്യസന്ധന്മാര് തന്നെയാ. നോക്കൂ മിസ്റ്റർ ജോസ് കുരുവിള, പ്രതാപവർമ്മയെ ഈ കേസിൽ നിന്ന് സേവ് ചെയ്യാനായി 1 രൂപയെങ്കിലും നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കും. തൊപ്പി തെറിപ്പിക്കും ഞാൻ. മൈൻഡ് ഇറ്റ്. എല്ലാവരും കാലം കൊണ്ടുപോയെന്ന് തോന്നുന്നു. പ്രതാപവർമ്മ എന്താ ഈ വഴിക്ക്? എന്താ എനിക്ക് ഈ വഴിക്ക് ഒന്നൂടെ? ഒരു വിലക്കുണ്ടോ? ഉണ്ടോ? ആരും വിലക്കിയിട്ടല്ല നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനേ ഒരു സാധനം ഇവിടെ വെച്ച് മറന്നുപോയി. ഈ നഖം വെട്ടുന്ന സൂത്രമില്ലേ, എന്തുട്ടാ അതിന് പറയാ? നെയിൽ കട്ടർ. അത് ഇവിടെ വെച്ച് മറന്നുപോയി. അത് എടുക്കാൻ വേണ്ടി വന്നതാ. വണക്കം. ഞാനേ മേഡത്തിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അപ്പോയിന്റ്മെന്റ് ഒന്നും മേടിച്ചിട്ടില്ല. വല്ല കുഴപ്പമുണ്ടോ? മേഡത്തിനെ കൊണ്ട് എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. മേഡം വിചാരിച്ചാൽ മാത്രമേ അത് സാധിക്കൂ. നമുക്ക് ഒരു പാർട്ടിയുടെ തൊപ്പി ഒന്ന് തെറിപ്പിക്കണം. ഈ കരസേന മേധാവിയുടെ നോക്കിയേ, ഈ കരസേന മേധാവി മൂപ്പരുടെ തൊപ്പി ഒന്ന് എനിക്ക് തെറിപ്പിക്കണം. മേഡം അതിന് എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. നിങ്ങളുടെ മോൾക്ക് ഒരു വിചാരമുണ്ട്, ഇവിളാ ഈ രാജ്യം ഭരിക്കണേന്ന്. സേതുലക്ഷ്മിയെ പോലൊരു തുക്കട ലോക്കൽ നേതാവ് വിചാരിച്ചാലേ എന്റെ ഈ രോമത്തില് പോലും തൊടാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്ക്. നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഞാൻ വിചാരിച്ചത് എന്തു ആയിക്കോട്ടെ, നിങ്ങൾ എന്താ സ്വയം വിചാരിച്ചിരിക്കുന്നത്? കുറച്ച് പണവും കുരുട്ടുബുദ്ധി ഉണ്ടെങ്കിൽ എന്തും അങ്ങ് നേടാന്നാണോ? അതെ, അങ്ങനെ തന്നെയാ. എല്ലാം നടന്നില്ലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നതേ ഞാൻ നേടിയിരിക്കും, നടത്തിയിരിക്കും. വെറുതെ ആ മൊട്ടത്തലയൻ SIയുടെ മുമ്പിൽ ഷോ കാണിക്കാന്നല്ലാതെ നീ വിചാരിച്ചാലേ ഒരു ചുക്കും നടക്കൂല.
ഞാൻ വെല്ലുവിളിക്കാൻ തന്നെ കൂട്ടിക്കോ. പ്രതാപവർമ്മ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വണ്ടി ഓടിച്ചു വന്നത് എന്റെ കുട്ടിയോട് കൊമ്പ് ഓർക്കാനാ? അതിന് നിങ്ങളുടെ മോൾക്ക് എവിടെയാ കൊമ്പ്? കൊമ്പുണ്ടെന്നുള്ളൊരു ഭാവേ ഉള്ളൂ. ഉള്ളതേ ചെറിയൊരു വാല്. ഞാൻ സേതുലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പറയാ, വാടക കൊലയാളി ഏർപ്പാടാക്കിയത് ഞാനാ. ആ അസുരവിത്തിനെ കൊല്ലാൻ വേണ്ടി തന്നെയാ ഞാനത് ചെയ്തത്. കഷ്ടകാലത്തിനെ അവൾ രക്ഷപ്പെട്ടു. ചില ദുഷ്ടജന്മങ്ങൾ അങ്ങനെയാ, കൊന്നാലും ചാവില്ല. മതി എന്റെ കുട്ടിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞത്. ഇനി ഞാൻ എന്റെ കാര്യം പറയാം. സംഭവിച്ചത് എന്താണെന്ന് ഞാൻ കൃത്യമായി വെളിപ്പെടുത്തി കഴിഞ്ഞു. അതിന്റെ പേരിൽ എന്നെ ആരും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അത് വെറും തെറ്റിദ്ധാരണയാ പ്രതാപവർമ്മേ. വിവരക്കേടും അറിവില്ലായ്മ നിങ്ങളെ നയിക്കുന്നത്. പിന്നെ കയ്യിൽ കുറച്ച് കാശുണ്ടെന്നുള്ളതിന്റെ ധാർഷ്ട്യവും. ഈ അഹങ്കാരത്തിന് അധികം ആയുസില്ലെന്ന് മനസ്സിലാക്കിക്കോ നിങ്ങള്. അല്ലെങ്കിൽ കുട്ടി നേതാവ് എന്നെ എന്ത് ചെയ്യും? കാത്തിരുന്ന് കാണും. കാണാൻ പാസ് എടുക്കേണ്ടി വരുമോ? വരും. പാസ് ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് ജയിലിൽ വന്ന് നിങ്ങളെ കാണാൻ അനുവാദം വേണ്ടി വരും. കല്യാണം കഴിക്കാത്തോണ്ട് നിനക്ക് പുരുഷന്റെ ശരിയായിട്ടുള്ള വിലയാണ്. അതെന്താണെന്ന് സേതുലക്ഷ്മിക്ക് വേണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. അതിന് നിങ്ങൾ വിലയുള്ള പുരുഷനാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അഥവാ ആണെങ്കി പറ. മുറത്തിൽ കേറി കൊത്തല്ലേ സേതുലക്ഷ്മി, നിന്റെ ചുണ്ടേ ഒടിഞ്ഞു പോവും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി കേസ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞ ആളാവാൻ നോക്കിയാലേ ഞാനേ വെറുതെ ഇരിക്കില്ല. ഇതൊരു മുന്നറിയിപ്പാണെന്ന് വിചാരിച്ചോ. അടങ്ങി നിന്നാലേ നിനക്ക് കൊള്ളാം. ഓർത്തോ. വർമ്മ വീണ്ടും എന്തെങ്കിലും അതിക്രമം കാണിക്കൂ സേതു? ഇല്ലമ്മേ, ഉള്ളുകൊണ്ടായൊക്കെ ഭയമുണ്ട്. അതിന്റെ പ്രകടനം ഇപ്പൊ കണ്ടത്. എന്നാലും തീയിൽ ചവിട്ടിയതുപോലെ വർമ്മ നടക്കുന്നത് കാണുമ്പോ ഭയം തോന്നുന്നു. അയാളായിട്ടുണ്ടാക്കി തീയ കുറെ ചവിട്ടി നടക്കട്ടെ. അമ്മ അതോർത്ത് പേടിക്കണ്ടേ. ഇതാരാ ഇപ്പൊ എന്റെ ഫോണിൽ വിളിക്കാൻ? ഹലോ അമ്മേ, ഞാനാ. ആ വിദ്യേ, ഇന്നലെയും കൂടെ ഞാൻ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നീ ഇപ്പൊ എവിടുന്ന വിളിക്കുന്നേ? തൃശ്ശൂരിന്ന് അമ്മേ. ഇവിടെ വീട്ടിലുണ്ട് ഞാൻ. പ്രതാപവർമ്മ സ്ഥലത്തില്ലേ? ഞാൻ മുറ്റത്തിറങ്ങി നിൽക്കുക. എങ്ങനെയുണ്ട്? അയാളുടെ സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പോവോ അമ്മേ? പിന്നെ ഇവിടെ ആയതുകൊണ്ട് വലിയ ഒച്ചപ്പാടൊന്നുമില്ല. അത്രയും സമാധാനം ഉണ്ടല്ലോ. ആ, അവിടെ എന്തുണ്ട് വിശേഷം? എല്ലാവരും എന്തു പറയുന്നു? സേതു സ്ഥലത്തുണ്ട്. അവൾ ആ കേസിന്റെ കാര്യത്തിന് നടക്ക. കുത്തിയവനെ അറസ്റ്റ് ചെയ്തു കേട്ടോ. എന്തൊക്കെയോ കള്ളക്കളി ഉണ്ടെന്നാ സേതു പറയുന്നേ. എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്തെങ്കിലും ആയിക്കോട്ടെ, നന്ദനെ രക്ഷപ്പെട്ടല്ലോ, എനിക്കത് മതി. ഞാനും അത് തന്നെയാ വിദ്യ പറയുന്നത്. അവക്കിപ്പോ എങ്ങനെയുണ്ടമ്മേ? സുഖായി, കുഴപ്പമൊന്നുമില്ല. അടുത്തെങ്ങനെ നിപ്പുണ്ടോ? എന്താ, ഫോൺ കൊടുക്കണോ? നന്ദനേ, മോളെ. എന്നാ വിദ്യ. ഹലോ. ആ, ഞാനാ. മുത്തശ്ശി പറഞ്ഞു. എങ്ങനെയുണ്ടെന്ന് അറിയാനാ വിളിച്ചത്. പിന്നെ ചെക്കപ്പിന് പോയിരുന്നോ? ആ, ഒരു തവണ കൂടെ പോയി.
മുറിവ് ശരിക്കും ഉണങ്ങിയോ? പുറമേ ഒന്നും അറിയാനില്ല. അകത്തേക്ക് ശരിക്കും ഭേദമാവണമെങ്കിൽ കുറച്ചു ദിവസം കൂടി വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞേ. അപ്പോ വേദനയുണ്ടോ? ഇല്ല, ഒന്നും അറിയാനില്ല. പിന്നെ അടുത്ത ആഴ്ച ഞാൻ ജോലിക്ക് പോയി തുടങ്ങാന്ന് വിചാരിക്കാം. ജോലിക്കോ? അത് വേണോ? അതിനെന്താ മോളെ?